ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ദി ന്യൂ വീഡിയോ. ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. രാവിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ റെഡിയായി അങ്ങോട്ട് പോകാം കേട്ടോ. എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയതുകൊണ്ടായിരിക്കാം രാത്രി അങ്ങനെ വലിയ കാര്യമായിട്ട് ഉറക്കം വന്നില്ല. നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ വൈകിപ്പോയി എണീച്ചപ്പോൾ. പിന്നെ ചടപടയുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്ത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ നേരം കിട്ടില്ല. പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി. നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. പൂ വാങ്ങിക്കാനുണ്ടായിരുന്നു, മുല്ലപ്പൂ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുപോലെ പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമൊക്കെ നമ്മൾ തലേദിവസം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കറുത്ത് പോകുന്നുള്ളതുകൊണ്ട് രാവിലെ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കളമശ്ശേരി ഗണപതി അമ്പലത്തിലാണ് ടീച്ചർ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചിലങ്ക പൂജയായിരുന്നു മെയ് 5-ാം തീയതി. ഞങ്ങളിത് ഈ ഇത്രയും പേരാണ് ഒരു ടീം. ഞങ്ങൾ 7 പേരാണ് ഒരു ടീമിൽ വന്നത്. അപ്പോൾ ഫസ്റ്റ് ചിലങ്ക കിട്ടി. ചിലങ്ക വാങ്ങിക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല. തട്ടമൊക്കെ റെഡിയാക്കി വേഗം പോയി ചട്ടപ്പടയെന്നാണ് ചിലങ്കയൊക്കെ വാങ്ങിച്ചത്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി നമുക്ക് മൊത്തം 40ഓളം കുട്ടികളുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ഒരുമിച്ചായിരുന്നു ചിലങ്ക പൂജയും കാര്യങ്ങളൊക്കെ. ഓരോ സെക്ഷൻ തിരിച്ച് 7 പേര് 5 പേര് അങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ച് കുട്ടികളാണ് അരങ്ങേറ്റം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചിലങ്ക ബാഗ് വാങ്ങിച്ചു. ഞങ്ങൾക്ക് ടീച്ചർ തന്നെ ചിലങ്ക ബാഗ് തന്നു. അതാട്ടോ ഞങ്ങളുടെ ടീച്ചർ, പ്രസീത എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഒരു എന്താ പറയുക, ഒരു കാര്യം സക്സസ് ആയിട്ട് സെറ്റായതിൻ്റെ ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഇനി ചിലങ്കയിട്ട് ഡാൻസ് കളിക്കണതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞു തരാൻ എനിക്കറിയാൻ പാടില്ല. ആ ഒരു സാധനത്തിലായിരുന്നു. എല്ലാ പിള്ളേരെയും പാരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വെല്ലും കിങ്ങിണി ഉണ്ടായിരുന്നു, അതുപോലെ അമലും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമലും അവിടുത്തെ സീനിയർ സ്റ്റുഡൻ്റ് ആട്ടോ. അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ ഈ ബ്ലാക്ക് ഡ്രസ്സിട്ട 7 പേര്, ഞങ്ങൾ 7 പേരാണ് ഒരു ടീം. ഞങ്ങൾ 7 പേരാണ് ഡാൻസ് കളിക്കുന്നത്. ഞങ്ങൾക്ക് 2 ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ 2 ഡാൻസും ഞങ്ങൾ ഒരുമിച്ച് കളിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഫ്ലക്സിലൊക്കെ വെക്കാൻ പോലത്തെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നാട്ടോ അത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ നമുക്ക് കാലിൽ ചിലങ്ക വെച്ച് തരും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ സ്റ്റേജിൽ നിൽക്കേണ്ടത്, ഹൃദയക്കുട്ടിയൊക്കെ അവിടെ നിൽക്കേണ്ടത്. അവരെല്ലാവർക്കും ടീച്ചർ കാലിൽ ചിലങ്ക ആദ്യമായിട്ട് ചിലങ്ക വെച്ച് കൊടുക്കുകയാണ്. അവരുടെ ടേണൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ടേണാണ്. ഞങ്ങൾ വരിയായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു കാലിൽ ടീച്ചർ ചിലങ്ക വെച്ച് തന്നു കഴിഞ്ഞപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നമുക്ക്, കുറേ നാളെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്. ഒരു ഡാൻസ് പഠിക്കണം, അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ട് പഠിക്കണം, അത് കളിക്കണം. അതൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് നടന്നതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ നമുക്ക് കാലിൽ ചിലങ്ക കെട്ടി തന്നു. ആ ചിലങ്ക ഇട്ടുകൊണ്ടാട്ടോ ഇപ്പം നടക്കണത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും പാരൻസിനെ തിരിച്ചു വിടും. എന്നിട്ട് നമുക്ക് വൈകിട്ട് വരെ പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ലൈവ് ഓർക്കസ്ട്ര വെച്ച് ചിലങ്കയിട്ട് ഡാൻസ് കളിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലങ്ക കിട്ടണ വരെയുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈവ് പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തപ്പാടിലാട്ടോ നിൽക്കണേ. പക്ഷേ അപ്പോഴത്തെ ആ ഒരവസ്ഥയിൽ അതൊന്നും ഞാൻ ഓർക്കണില്ല. ഈ ഫോട്ടോ എടുക്കുക, അതുപോലെ അടുത്ത അങ്ങനത്തെ എന്താ പറയുക, അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഫീലിങ്ങിലായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ക്യാമറയും കൊണ്ട് നിൽക്കണ കാണുമ്പോൾ നമുക്ക്
ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളാണെങ്കിലും അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് അതുപോലെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാഷുമാർ വന്നു. അപ്പം മാഷുമാരെന്ന് പറഞ്ഞാൽ വോക്കൽ നമ്മുടെ RLV അരുൺ മാഷായിരുന്നു. അതുപോലെ മൃദംഗം ശശികുമാർ തൃപ്പൂണിത്തറ സാറായിരുന്നു. വയലിൻ വായിച്ചത് RLV സംജിത് ഗോപാലൻ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. പിന്നെ നമ്മുടെ നട്ടുവാകമാൻ്റെ കൊറിയോഗ്രാഫി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്സ് പ്രസീത ടീച്ചറായിരുന്നു. ഇത്തരം പേരാണ് അവിടെ നമുക്ക് ദക്ഷിണ കൊടുക്കാനും അതുപോലെ ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മാഷന്മാർ. ഞാനും വെല്ലും കൂടെ പോയിട്ടാണ് മാഷന്മാർക്ക് ദക്ഷിണ കാര്യങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെ ദക്ഷിണ കൊടുക്കലും അതുപോലെ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരു മൂലൊക്കെ മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ടേൺ എത്തണ വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. കുഞ്ഞു കുട്ടികൾ മുതലുള്ള ഓരോ പ്രോഗ്രാംസിൽ മിസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ ഇപ്പോൾ റിഹേഴ്സലാണെങ്കിലും അതുപോലെ തന്നെയാണ് നടക്കണം. നമ്മുടെ സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യണേ ആ ഒരു രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കണേ. അപ്പോൾ ദേ നമ്മുടെ കുട്ടി മക്കൾ ആദ്യത്തെ ഡാൻസ് അവർ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങളുടെ ഉള്ളത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിരിക്കാം. ഇനിയിപ്പം ഞങ്ങളുടെ ടേൺ ആകുമ്പോൾ നമ്മളിനി അങ്ങനെ ചിലങ്ക പൂജയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. ഒരു 3:30 മണിയായപ്പോഴത്തേനും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ കൂടിയിട്ട് NAD റോഡിൽ പോയിട്ട് ചെറിയ ചിലങ്കിട്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രഹസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതുപോലെ ഞങ്ങളുടെ ഡാൻസിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് മെയ് 10-ാം തീയതി അരങ്ങേറ്റമാണ്. ആ മെയ് 10-ാം തീയതിത്തെ വീഡിയോയും കൂടി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടിടാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.